നമുക്കൊന്നൊരു സ്മാർട്ട് ടി വി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാം. 2022 ഇറങ്ങുന്ന സ്മാർട്ട് ടി വി, അതായത് സെക്കൻഡ് ബ്രാൻഡ് സ്മാർട്ട് ടി വികളെല്ലാം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പോലെയുള്ള ഡിസ്പ്ലേയിലായിരിക്കും വരുന്നത്. അതായത് LG, സാംസങ്, പാനസോണിക് അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സെക്കൻഡ് ബ്രാൻഡുകളായിട്ടുള്ള ഇംപെക്സ്, പിന്നെ സ്പാനിയോ, അങ്ങനെയുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫങ്ഷൻസ് ഏകദേശം ഒരുപോലെ ആയിരിക്കും. റിമോട്ടുകൾ മാത്രമായിരിക്കും മാറ്റം വരുന്നത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ടി വി ഓണാക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് സ്മാർട്ട് ടി വി ഓണാക്കുമ്പോഴത്തേക്കും ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിതിൽ കാണാം AV1, AV2 എന്നായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. AV1, AV2, HDMI 1, HDMI 2. അപ്പോൾ നമുക്കിതിൽ കൊടുക്കാൻ പറ്റുന്നത് AV1 എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കേബിൾ, അതായത് യെല്ലോ, വൈറ്റ്, റെഡ് ഇങ്ങനെ കേബിളിൽ നിന്ന് വരുന്ന വയർ കൊടുക്കാൻ പറ്റുന്നതിനാണ് AV1 എന്ന് പറയുന്നത്. AV2ലും അത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ സെറ്റ് ടോപ്പ് ബോക്സും നമുക്ക് DVD പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ HDMI 1, HDMI 1, HDMI 2 ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HD സെറ്റ് ടോപ്പ് ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ടിവിയുടെ പുറകിൽ അതിൻ്റെ ജാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നോക്കി വേണം. അതിൽ HDMI 1ലാണ് നമ്മൾ ആ ജാക്ക് കൊടുത്തിരിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ റിമോട്ടിൽ HDMI 1 സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ HDMI 1 സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കണം. ഇതുപോലെ ഒരു ഇതായിരിക്കും വരുന്നത്. HDMI എന്നുള്ള ഓപ്ഷനിലോട്ട് പോകും. വീണ്ടും നമ്മൾ സ്മാർട്ട് ഓപ്ഷനിലോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ HDMI 2 കൂടെ ഉണ്ട്. HDMI 2 രണ്ടെണ്ണം കൊടുത്തിരിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് സെറ്റ് ടോപ്പ് ബോക്സ് കൊടുക്കാനും, പിന്നെ ഒന്ന് നമുക്ക് ഉദാഹരണം ബ്ലൂറേ പ്ലെയറോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ CCTV കണക്ഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ ടി വിയിൽ വരുന്ന ഫങ്ഷൻസ്. ഇതിന് സ്മാർട്ട് ടി വിയിലോട്ട് മാറാനാണെന്നുണ്ടെങ്കിൽ അതിന് ഈ നോർമൽ ടി വിയുടെ ഓപ്ഷനിൽ റിമോട്ടിലോട്ട് ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ട്, അതായത് സോഴ്സിലോട്ട് ഡയറക്റ്റ് AV1 AV2 പോകാൻ വേണ്ടിയിട്ട് സോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കൂടെ ഉണ്ട്. അത് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോഴ്സ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഴ്സിന്റെ ഒരു ലിസ്റ്റ് കൂടെ ഇതുപോലെ വരും. ഇപ്പോൾ ആ സ്റ്റിക്കർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. സെയിം HDMI 1, HDMI 2, AV1, AV2 തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നമുക്കത് മാറി മാറി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ അതിലോട്ട് പോകുന്നില്ല. നമുക്കിപ്പോൾ സ്മാർട്ട് ഓപ്ഷൻ ആദ്യം നമുക്ക് ഈ ടി വിയിൽ നോക്കുന്നത്, ഇതൊരു സ്മാർട്ട് ടി വി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് കണക്ഷൻ ആവശ്യമായിട്ട് വരും. നെറ്റ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ലാൻഡ് കണക്ഷനോ അല്ലെങ്കിൽ ടി വിയുടെ വയർഡ് വഴി നമുക്ക് വയർ ഉപയോഗിച്ച് ടി വിയുടെ പുറകിൽ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഞാനത് ജാക്ക് കാണിച്ചു തരാം. ആ ജാക്ക് വഴിയോ ആ പോർട്ട് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് വൈഫൈ വഴി നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നെറ്റ് ഒന്ന് ഓൺ ചെയ്യാം. എങ്ങനെയാണ് സ്മാർട്ട് ടി വിയിൽ നെറ്റ് കണക്ഷൻ നമുക്ക് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് വൈഫൈ കണക്ഷൻ ഓൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു ബോക്സ് ആണ് സെലക്ട് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു ബോക്സ് ഇതാണ് സെലക്ട് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് റിമോട്ടിലെ നാവിഗേഷൻ കീ, ഈ 4 സ്വിച്ചിനെയാണ് നാവിഗേഷൻ കീ എന്ന് പറയുന്നത്. ആരോ കീ ഉപയോഗിച്ച് OK ബട്ടൺ ഉപയോഗിച്ചാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കേണ്ടത്. നമുക്ക് നോക്കാം. നമ്മളിപ്പം റൈറ്റിലേക്ക് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ടുള്ള ഓപ്ഷനിലോട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റിലോട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് ഇത് മാറിപ്പോകും. താഴേക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടുള്ള ഓപ്ഷനുകളിലേക്ക് പോകും. അതുപോലെ തന്നെ മുകളിലേക്ക്, നമുക്ക് ശരിക്കും പോകേണ്ടത് മുകളിലേക്കാണ്. ഒന്ന് മുകളിൽ കൊടുക്കുമ്പോൾ സെലക്ട് ആയിരിക്കുന്നത് ഇതിലാണ് ഒന്ന് സെലക്ട് ആയിരിക്കുന്നത്. റൈറ്റ് കീ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാറി സെർച്ചിൽ വന്നു, മാറി സെറ്റിംഗ്സിലാണ് നമുക്ക് വരേണ്ടത്. സെറ്റിംഗ്സിൽ വന്നിട്ട് നമ്മൾ OK കൊടുക്കുകയാണ്. OK കൊടുക്കുമ്പോഴത്തേക്കും സിസ്റ്റം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത്. സിസ്റ്റം സെറ്റിംഗ്സ് ഒന്നുകൂടെ നമ്മൾ OK കൊടുക്കണം. OK കൊടുക്കുമ്പോഴത്തേക്കും നെറ്റ്വർക്ക് അല്ലെങ്കിൽ ടൈം, കോമൺ, അങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ നെറ്റ്വർക്കിലാണ് നമ്മൾ പിന്നെയും കയറേണ്ടത്. നെറ്റ്വർക്കിൽ കൊണ്ടുവച്ച് OK കൊടുക്കുക. ഇവിടെ OK കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ വയർലെസ് ഓൺ ആയിരിക്കും. വയർലെസ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓൺ ആക്കി കൊടുക്കുക. ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക. റൈറ്റിലേക്കാണ് ഓൺ ആക്കുന്നത്. തൊട്ട് താഴത്തെ ഓപ്ഷനാണ് നെറ്റ്വർക്ക് കണക്ഷൻ.
അതിലേക്കാണ് നമ്മൾ കയറേണ്ടത്. അതിൽ കയറുമ്പോൾ നമ്മുടെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതുമായിട്ടുള്ള സകല നെറ്റ്വർക്കും കാണിക്കും. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് DTech എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നെറ്റ്വർക്കിൻ്റെ പേര്. നെറ്റ്വർക്ക് DTech കൊടുക്കുന്നുണ്ട്. അതിനൊരു പാസ്വേഡ്, ചിലപ്പം പാസ്വേഡ് ഇട്ടിട്ടുള്ളവരുണ്ടായിരിക്കും, ഓപ്പൺ വൈഫൈ ഉള്ളവർ, എങ്ങനെ വേണോ നമുക്ക് നോക്കാം. ഓപ്പൺ വൈഫൈ ഇട്ടിട്ടുള്ളവരുണ്ടായിരിക്കും. ഇപ്പോൾ നിലവിൽ ഇതിൽ പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് നമ്മൾ അതിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കീബോർഡ് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്നുകിൽ മൗസ് ഉപയോഗിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡ് തന്നെ, കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ടൈപ്പിംഗ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇപ്പം നമുക്ക് പാസ്വേഡ് കൊടുക്കാം. ഇപ്പം എനിക്കറിയാം എൻ്റെ പാസ്വേഡ് എന്താണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പാസ്വേഡ് കൊടുക്കുകയാണ്. ഇപ്പം ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉള്ള പാസ്വേഡുകൾ വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് കീ ഇതാണ്. ഇതിൽ കൊടുക്കുകയാണെങ്കിൽ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്റർ, ഇതിൽ ഓക്കെ, റിമോട്ടിൽ ഓക്കെ കൊടുത്താൽ മതി. അവിടെ കൊണ്ടുവച്ചിട്ട് ഏതാണോ സ്വിഫ്റ്റ് കീയിൽ കൊണ്ടുവച്ചിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉണ്ട്, മാറി മാറി വരും. അപ്പം എനിക്ക് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ്. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എല്ലാം സ്മോൾ ലെറ്ററായി മാറും. നമ്പേഴ്സ് ആണ് നമുക്കിപ്പം, നമ്മൾ നേരത്തെ കണ്ടത് ABCD ഇതാണ് കണ്ടിരുന്നത്. അതിന് നമ്പേഴ്സിലോട്ട് മാറണമെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് നമ്പേഴ്സായിട്ട് മാറുന്നത്. ഇതിപ്പോൾ ഞാൻ പാസ്വേഡ് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞു. എനിക്കിവിടെ കാണാം, ഇവിടെ പാസ്വേഡ്, എൻ്റെ പാസ്വേഡ് ഇവിടെ കാണാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്റ്റിക്കറുണ്ട്, അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. അവിടെ നെക്സ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഡിസ്പ്ലേയിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ അവിടെ നെക്സ്റ്റ് എന്നാണ് അതിന് ആ സ്റ്റിക്കർ മാറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റിക്കർ വേണ്ടെങ്കിൽ ഇളക്കി കളയാൻ പറ്റുന്നത്. പുതിയ TV ആണ്, അതുകൊണ്ടാണ് ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്റ്റിക്കർ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് കാണാൻ കഴിയില്ല, അതും കൂടെ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ റൈറ്റിലായിട്ട് ഒരു കണ്ണിൻ്റെ പടമുള്ള ഒരു ഓപ്ഷനുണ്ട്, കണ്ണിൻ്റെതായിട്ടുള്ള ഒരു പടം. അത് ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഡോട്ട് ആയിരിക്കും കിടക്കുന്നത്. പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിന് മുന്നേ പാസ്വേഡ് കറക്റ്റ് ആണോ അല്ലേന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് കാണാൻ കഴിയും. എന്നിട്ട് കൺഫേം കൊടുക്കുക. അവിടെ സേവ്ഡ് എന്ന് മാറി കണക്റ്റഡ് വരും. നമ്മുടെ വൈഫൈ കണക്റ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാണിക്കുന്നത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഒരു ഫോമാണ്. നമ്മൾ അത് എഗ്രി കൊടുക്കുക. അത് എഗ്രി കൊടുക്കുന്നതിന് ഈ നമ്മുടെ മൗസ് ഇത് ഉപയോഗിച്ച് തന്നെ, റിമോട്ട് ഉപയോഗിച്ച് തന്നെ കീ കൊടുക്കുക. എഗ്രിയിൽ കൊണ്ടുവച്ചിട്ട് എഗ്രി കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എഗ്രി ആവും. അടുത്ത ഇതുപോലുള്ള എല്ലാം മുഴുവൻ വായിച്ച് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ പഴയതുപോലെ തന്നെ നമുക്ക് വരും. ആ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ പഴയതുപോലെ. നമ്മൾ നേരത്തെ ഇവിടുത്തെ വൈഫൈ ചിഹ്നം കട്ടായിട്ടായിരുന്നു കിടന്നിരുന്നത്, ക്രോസ് ബാർ ഉണ്ടായിരുന്നു. അതായത് വൈഫൈ കണക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ക്രോസ് ആയിട്ട് കിടക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ വൈഫൈ കറക്റ്റാണ്. ടൈം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കാണിച്ചിട്ടുണ്ട് 3:15 സമയം കാണിച്ചിട്ടുണ്ട്. അതെ, 3:15 തന്നെയാണ് സമയം. എൻ്റെ മൊബൈലിൽ നോക്കിയതാണ് കേട്ടോ. 3:15 തന്നെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് തുടങ്ങാം. ഇപ്പോൾ ഇതിൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇതിൽ തന്നെയുണ്ട്. ആപ്പ് സ്റ്റോർ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് സ്റ്റോറിൽ കയറി നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്. യൂട്യൂബ് കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബ് ആയിരിക്കും വർക്കാകുന്നത്. നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, അങ്ങനെ പല ആപ്ലിക്കേഷൻസുകളും ഇതിൽ കുറേ അധികം ആപ്ലിക്കേഷൻസുകളുണ്ട്. നമ്മളിപ്പോൾ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് യൂട്യൂബിലോട്ടൊന്ന് കയറി നോക്കാം. യൂട്യൂബ് കൊടുത്തിട്ട് നമുക്ക് ഓക്കെ ബട്ടൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് യൂട്യൂബിലോട്ടായിരിക്കും പോകുന്നത്. യൂട്യൂബിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് താഴേക്കും മേളിലേക്കും കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. പ്രസ് ആൻഡ് ഹോൾഡ് ഫോർ നമ്മളുടെ ഓപ്ഷൻസ് എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് ഇൻസ്ട്രക്ഷൻ എല്ലാം ആദ്യമേ തരും. നമുക്ക് ആവശ്യമുള്ള പാട്ടോ ഇപ്പം നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ലെഫ്റ്റിലേക്കുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹോം സ്ക്രീനിലോട്ട് പോകും.
ഒന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ എല്ലാ ലെറ്ററുകളും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കീബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഉദാഹരണത്തിന് ഒരു 4K വീഡിയോ ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൈറ്റിലേക്കുള്ള ആരോ കയറി റൈറ്റിലോട്ട് പോയി നമുക്ക് നമ്പറിന്റെ അവിടെ കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 4 വന്നു. ഇനി നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ ഇതിലെ നമ്പർ കൊടുത്താലും മതി. നമുക്ക് ഇവിടെ നമ്പേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. നമ്പേഴ്സിനായിട്ട് നമുക്ക് കീബോർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്പേസ് വേണം. ഒന്ന് സ്പേസ് കൊടുത്തു. എന്നിട്ടാണ് നമുക്ക് കെ കൊടുക്കുന്നതെങ്കിൽ, ഇപ്പം നമുക്ക് നിലവിൽ സ്പേസ് വേണ്ട, ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. 4 കെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരുവിധം വീഡിയോസ് എല്ലാം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഒരുവിധം വീഡിയോസ് എല്ലാം കാണാൻ കഴിയും. 4K എന്നുള്ളൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് സെർച്ച് കൊടുത്താൽ മതി. താഴോട്ട് വന്ന് സെർച്ച് കൊടുത്താൽ മതി. അല്ല നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യമുള്ള 4K വീഡിയോസ് എല്ലാം നമുക്കിതിൽ വരും. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്നത് ചിലപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റിന്റെ വിഷയം ഉള്ളതുകൊണ്ട് ചിലപ്പം കാണിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. എന്നാലൊന്ന് പ്ലേ കൊടുക്കുകയാണ്. ആഡ് കാണിക്കും. ആഡ് നമ്മൾ മാറ്റേണ്ടത് ഇവിടെ നെക്സ്റ്റ് വരികയാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും വരുന്നത്. അടുത്തൊരു പരസ്യം കൂടെ. അപ്പൊ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ കയറുമ്പോൾ ടൈം കാണിക്കുന്നുണ്ട്. ഇപ്പൊ സ്കിപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ തന്നെ കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആ വീഡിയോ സ്റ്റാർട്ട് ആവും. നമുക്കിനി ബാക്ക് ഇറങ്ങാം. ബാക്കിന് എക്സിറ്റ് ബട്ടൺ ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ എക്സിറ്റ് റിമോട്ടിൽ എക്സിറ്റ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഇതാണ് പ്രസ് ചെയ്യേണ്ടത്. നമുക്കിനി ഇതേ റിമോട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ റിമോട്ടിന് വ്യത്യാസം വരാം. ഇതിൽ തന്നെ ഡയറക്റ്റ് യൂട്യൂബിലോട്ട് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആപ്പ് സ്റ്റോർ ഉണ്ട്, മിറാകാസ്റ്റ്, ഹോട്ട്സ്റ്റാർ, ഇതെല്ലാം ഡയറക്റ്റ് കയറാനുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട്. നമ്മൾ മൊത്തം എക്സിറ്റ് കൊടുക്കുന്നു. പുറകിലോട്ട് ഇറങ്ങുകയാണ്. നേരത്തെ കണ്ട നമ്മുടെ ഹോം സ്ക്രീന്, അതായത് ആപ്ലിക്കേഷൻ്റെ ടിവിയുടെ ഹോം സ്ക്രീനിലോട്ട് നമ്മൾ പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകളെല്ലാം എടുക്കുന്നത്. യൂട്യൂബ് എടുത്തതുപോലെ തന്നെയാണ് നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും ഇതെല്ലാം എടുക്കുക. ഹോട്ട്സ്റ്റാറും നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് മൊബൈൽ എങ്ങനെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഫോണിനകത്തുള്ള നെറ്റ് ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് എങ്ങനെ മൊബൈൽ ഫോണിനുള്ളിലുള്ള വീഡിയോസ് എങ്ങനെയാണ് നമുക്ക് ടി വിയിൽ കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ടി വിയുടെ ഡിസ്പ്ലേയിൽ കാണുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പോലെ തന്നെ ഹോം സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട്. ഹോം സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് റൈറ്റിലേക്ക് ഇറങ്ങി നമ്മൾ ജസ്റ്റ് താഴേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ ആപ്പ് സ്റ്റോറും ഉണ്ട്, മൈ ആപ്ലിക്കേഷൻസും ഉണ്ട്, മൈ ആപ്സ്. അതിലാണ് നമുക്ക് കയറേണ്ടത്. അതിൽ നമുക്ക് വേണ്ടി കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്കിതിൽ ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷനിലോട്ട് കയറുമ്പോഴത്തേക്കും മൈ ആപ്സിലോട്ട് കയറുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷനാണ്. അത് നമ്മുടെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ, ടി വിയുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്, നമ്മുടെ ഫോണിലൊക്കെ ഉള്ളതുപോലെ തന്നെ. അടുത്തത് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഫോൺ റിമോട്ട്, നമ്മുടെ ഫോണിനെ ടി വിയുടെ റിമോട്ടായിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഓപ്ഷൻ. അടുത്തത് ഫയൽ ബ്രൗസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണ്, ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ് ഇത് വന്നിരിക്കുന്നത്, ഫയൽ എന്നുള്ള ഓപ്ഷൻ. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റോറേജ് ഇതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുമാണത്. ബാക്ക് ഇറങ്ങുകയാണ്. അടുത്തതാണ് മിറാകാസ്റ്റ്. ഇതാണ് നമുക്ക് വേണ്ട സാധനം. മിറാകാസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മിറാകാസ്റ്റിലേക്ക് കയറുകയാണെങ്കിൽ ഈ റിമോട്ട് ആണ് നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ റിമോട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മിറാകാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് മൂന്നാമത്തെ ബട്ടൺ അത് പ്രസ് ചെയ്താലും ഇതേ വിൻഡോയിൽ തന്നെ ആയിരിക്കും വന്ന് നിൽക്കുന്നത്. ഒന്നും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ വിൻഡോയിൽ തന്നെ ആയിരിക്കും വന്ന് നിൽക്കുന്നത്. നമ്മൾ ഇനി ചെയ്യേണ്ടത് മൊബൈലിലാണ്. ഇപ്പോൾ നമ്മൾ മിറാകാസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. മിറാകാസ്റ്റിൽ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ നമുക്ക് ചെയ്യേണ്ടത് മേളിൽ താഴേക്ക്, ഇത് റെഡ്മിയുടെ ഫോണാണ്. റെഡ്മിയുടെ ഫോണിൽ നമ്മൾ മേളിൽ താഴേക്ക് വലിച്ചിട്ടിട്ട് ഇവിടെ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്, കാസ്റ്റ് കൊടുക്കുക. കാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആയിട്ടില്ല, ഇതിപ്പം ഇങ്ങനെ ഒരു പോപ്പപ്പ് വരികയാണ്. ഞാനിത് കൊടുക്കുമ്പോഴേ ഒരു പോപ്പപ്പ് വരികയാണ്. കൊടുക്കുമ്പോൾ താഴെ എഴുതി കാണിക്കുന്നു ടേൺ ഓഫ് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട്. അപ്പം നമ്മളിപ്പോൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഹോട്ട്സ്പോട്ട് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്താൽ മാത്രമേ വർക്ക് ആകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ കാസ്റ്റ് കൊടുക്കുക. അപ്പം ഇതുപോലൊരു ഇതായിരിക്കും എഴുതി കാണിക്കുന്നത്. സെർച്ചിങ് ഇപ്പോൾ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് AP9986 എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ടി വിയിലും അതുപോലെ ഒന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇതിലായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഫോണിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും ടി വിയിലും കാണിക്കുന്നത്. ഫോണിലുള്ള അതേ വിൻഡോ തന്നെയാണ് ടി വിയിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഫോണിലെ ക്യാമറ ഒന്ന് ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ ടി വിയിലെ ക്യാമറ ഓണായി. ആണ്ടില്ലേ, ടി വിയിലെ ക്യാമറ ടി വിയിൽ ക്യാമറയുടെ ഇതായിരിക്കും, ഡിസ്പ്ലേ ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ മറിച്ച് എന്ത് തന്നെ കയറിയാലും, ഇപ്പം ഫോൺ കോണ്ടാക്റ്റിൽ കയറിയാലും ഏത് കയറിയാലും അതായിരിക്കും കാണിക്കുന്നത്. ടി വിയിലും അത് തന്നെയായിരിക്കും കാണിക്കുന്നത്. വാട്സാപ്പിൽ കയറുകയാണെന്നുണ്ടെങ്കിലും സെയിം അതുപോലെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. വാട്സാപ്പിലുള്ള ഓപ്ഷൻസൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് യൂട്യൂബിൽ കയറുകയാണ്. യൂട്യൂബിൽ കയറി നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഞാനത് വീഡിയോ കറക്റ്റ് എടുത്ത് കാണിക്കുന്നില്ല, സൗണ്ടൊക്കെ കുറച്ചിടുകയാണ്. സൗണ്ട് ആ ഫോണിൽ കുറച്ചാൽ മതി, അവിടെ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞോളും. നമ്മളിപ്പോൾ ഇങ്ങനെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ടി വിയിൽ ഫുൾ സ്ക്രീനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. എങ്കിലും ടി വിയിൽ ഫുൾ സ്ക്രീൻ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഈ ആഡ് സ്കിപ്പ് ചെയ്ത് കളയുക. ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അപ്പം ടി വിയിൽ ഫുള്ളായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. സൂം ഔട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫോണിൽ നിന്ന് സൂം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫുൾ സ്ക്രീൻ പോലെ കാണിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക. സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തതിന് ശേഷം സെറ്റിംഗ്സ് ഇത് എവിടെ പോയി കിടക്കുന്നത്? സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക. സെറ്റിംഗ്സ് ഓപ്ഷനിൽ നമുക്ക് ഇവിടെ സെർച്ച് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിൽ കാസ്റ്റ്, ഇപ്പം റെഡ്മിയുടെ ഫോണിലായിരിക്കും കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ കാസ്റ്റ് കൊടുക്കുകയാണ്. കാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം കാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. കാസ്റ്റിൽ കൊടുത്താൽ മതി. കാസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ അവിടെ കാണും. ഇനിയിപ്പം മറ്റ് ഫോണുകളാണെന്നുണ്ടെങ്കിൽ പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. മിറാകാസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻ മിററിങ്, സ്മാർട്ട് മിററിങ്, അങ്ങനെയൊക്കെയുള്ള പല പേരുകളായിരിക്കും കാണിക്കുന്നത്. അപ്പം ആ പേരുകൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഈ പേര് ഇപ്പോൾ ഞാൻ പറഞ്ഞ പേരുകൾ മിറാകാസ്റ്റ്, സ്ക്രീൻ കാസ്റ്റ്, സ്മാർട്ട് മിററിങ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ എഴുതി വെച്ചേക്കുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ഫോൺ ഏതാണോ അതിനനുസരിച്ചായിരിക്കും